മുസ്ലിം ലീഗ് വർഷങ്ങൾക്ക് ശേഷം ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. പത്രമാധ്യമങ്ങളിൽ പല വാർത്തകളും വരുന്നു. സമസ്ത എതിർത്തു, സമസ്തയുടെ യോജിപ്പ് വിയോജിപ്പ്. ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തണമോ നിർത്തണ്ടേ എന്നുള്ളത് അവരുടെ ഒരു ആഭ്യന്തരമായ പ്രശ്നമല്ലേ? അതിൽ സമസ്ത ഇടപെടേണ്ടതുണ്ടോ? അല്ല, അത് ഇപ്പൊ ചോദിച്ചാല് പിന്നെ വനിതാ സ്ഥാനാർത്ഥിനെ സംബന്ധിച്ച് സമസ്ത അങ്ങനെയൊക്കെ പല ഇതുപോലെ കേട്ടു. സമസ്ത കണ്ണുരുട്ടി, അപ്പൊ പേടിച്ചു എന്നൊക്കെ. അങ്ങനെ സമസ്ത അങ്ങനെ കണ്ണുരുട്ടിയിട്ടൊന്നുമില്ല. സമസ്തയിൽപ്പെട്ട ആരെങ്കിലും അതിന്റെ മതപരമായ വീക്ഷണങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. അതോടുകൂടി തന്നെ മുസ്ലിം ലീഗ് എന്നുള്ളത് ഒരു സെക്യുലർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു മതത്തിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പാർട്ടിയല്ല. മതത്തിന്റെ മുസ്ലിം എന്നുള്ള പേരുണ്ടെങ്കിലും മുസ്ലിങ്ങളെ മാത്രം അവകാശങ്ങൾ നേടിയെടുക്കുന്ന പാർട്ടിയല്ല. മുസ്ലിങ്ങളെയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയൊക്കെ അവകാശങ്ങൾ പ്രത്യേകം നേടിയെടുക്കുക. അതോടൊപ്പം ഈ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവവും ഇന്ത്യ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചിലപ്പോൾ സംവരണ സീറ്റിൽ നിർബന്ധമായിട്ട് പരിഗണിക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ പഞ്ചായത്തുകളിലൊക്കെ കാണുന്നത്. അതല്ലാതെയും ചിലപ്പോൾ പരിഗണിക്കേണ്ട ഒരു പ്രത്യേക ഘട്ടങ്ങൾ അവർക്ക് ഉണ്ടാവാം. മനസ്സിലായില്ലേ? അങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പാർട്ടിക്ക് ഉള്ള അതിന്റെ ഒരു ശക്തി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പാർട്ടിനെ പരിഹസിക്കപ്പെടുക, അങ്ങനത്തെ ഒക്കെ പലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ നിലക്ക് പരിഗണിക്കപ്പെടേണ്ട ചില സന്ദർഭങ്ങളിൽ അവർ പരിഗണിച്ചാൽ അതൊരു തെറ്റാണെന്നൊന്നും പറയാൻ പറ്റൂല. അത് അവർ എന്നോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വനിതാ സ്ഥാനാർത്ഥിനെ, ഒരാളെ വനിതാനെ നിർത്തുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്, നിങ്ങൾക്ക് നിങ്ങളെ രാഷ്ട്രീയമാവുന്ന നിലക്ക് നിങ്ങളെ നിലനിൽപ്പിന് അത് നിർബന്ധമായി ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ പരിഗണിക്കുന്നത്. നമ്മൾ അതിന് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. നമ്മളതിനൊന്നും പിന്നെ അതിന് നമ്മൾ എതിരായ ഒരു അഭിപ്രായം ഒന്നും നമ്മൾ പറയില്ല. കാരണം അത് നിർബന്ധമാവണം. എങ്ങനെ ഇവർക്ക് പരിഗണിക്കൽ, ഇവർ വനിതനെ പരിഗണിക്കപ്പെടണം. ആ പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ പാർട്ടിന്റെ ഇമേജ് നശിപ്പിക്കപ്പെടുന്ന നിലക്കുള്ള പ്രസ്താവനകളും മറുപ്രസ്താവനകളും ഒക്കെ ആളുകളിൽ നിന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം മുസ്ലിം ലീഗ് ഒരു വനിതാ സ്ഥാനാർത്ഥി എന്തായത് പരിഗണിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ പോഷക സംഘടനകളെ പലരും ചില അഭിപ്രായങ്ങളൊക്കെ പറയും. അതൊരു സമസ്തയുടെ അഭിപ്രായമായി പരിഗണിക്കേണ്ടതുണ്ട്? അതൊരിക്കലില്ല. സമസ്ത കേരള ജമീയത്ത്, പലപ്പോഴും ഞാൻ പറഞ്ഞതല്ലോ, സമസ്ത കേരള ജമീയത്തുലമയുടെ നിലപാടുകളും അതിന്റെ ഔദ്യോഗിക പിന്നെ സ്വഭാവങ്ങളൊക്കെ പറയേണ്ടത് അത് സമസ്ത കേരള ജമീയത്തുലമയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞാനോ, അല്ലെങ്കിൽ ഇതിന്റെ സെക്രട്ടറി എന്നുള്ള നിലക്ക് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരോ, അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തുലമയുടെ മുഷാവറ അംഗങ്ങൾ കൂടിയിരിക്കണം. അങ്ങനെ കൂടി തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സന്ദർഭങ്ങളിലാണെങ്കിൽ അത് ഞങ്ങൾ രണ്ടാളും ഒരാൾ പറയും. അല്ലെങ്കിൽ സമസ്തന്റെ മറ്റു ഉയർന്ന നേതാക്കന്മാരുണ്ടല്ലോ, അവരുമായി അന്വേഷണം നടത്തിയതിനു ശേഷം പറയും.